ഒട്ടുമിക്ക കുട്ടികൾക്കും വളരെ താല്പര്യമുള്ള ഒരു മേഖലയാണ് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്. എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് എന്നും ആസ്ട്രോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് എന്നുമൊക്കെ അറിയപ്പെടുന്ന ഈ മേഖല കൈകാര്യം ചെയ്യുന്നത് ഔട്ടർ സ്പേസിലുള്ള അന്തർവാഹിനികളുടെ, അതായത് വിമാനം, ഹെലികോപ്റ്റർ മുതലായവയുടെ ഡിസൈൻ, ഡെവലപ്മെന്റ്, കൺസ്ട്രക്ഷൻ, ടെസ്റ്റിംഗ്, ഓപ്പറേഷൻ എന്നിവയാണ്. എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗോളം പഴക്കമുണ്ട്. ഏറ്റവും രസകരമായ വസ്തുത, ഇത്തരം പറക്കുന്ന വാഹനങ്ങളുടെ ചിത്രം ആദ്യമായി വരച്ചത് ഗ്രേറ്റ് ആർട്ടിസ്റ്റായ ഡാവിഞ്ചിയാണ്. അദ്ദേഹം 2 ആശയങ്ങളാണ് നൽകിയത്. ഒരു പക്ഷിയുടെ പറക്കലിനെ അനുകരിക്കുന്ന രീതിയിലുള്ള ഫ്ലാപ്പിംഗ് വിങ്സോട് കൂടിയ ഓർണിത്തോപ്റ്റർ എന്നൊരു ഫ്ലൈയിങ് മെഷീനും, പിന്നെ ഹെലികോപ്റ്ററിന് മുൻഗാമി എന്നൊക്കെ പറയാൻ സാധിക്കുന്ന ഒരു ഏരിയൽ സ്ക്രൂവും. അതിനുശേഷം ഫ്രഞ്ച് സഹോദരന്മാരായ ജോസഫ് മൈക്കിളും ചാക്വസ്റ്റിൻ മോണ്ടിഗോൾഫറും ചേർന്ന് ഒരു ഹോട്ട് എയർ ബലൂണിൽ ആദ്യത്തെ മാൻഡ് ഫ്ലൈറ്റ് രൂപകൽപ്പന ചെയ്തു. ഡിറിജിബിൾ എയർഷിപ്പിന്റെ കണ്ടുപിടുത്തത്തിന് വഴിയൊരുക്കിയത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ്. ശേഷം 1852 ഫ്രഞ്ചുകാരനായ ഹെൻറി ഗിഫോർട്ട് പവർ ഡ്രിവൺ ബലൂൺ വികസിപ്പിച്ചെടുത്തു. എയർക്രാഫ്റ്റ് ഡെവലപ്മെന്റിൽ ഒരു മാറ്റം സംഭവിക്കുന്നത് 1799 ഇംഗ്ലീഷുകാരനായ സർ ജോർജ് കെയ്ലി ലിഫ്റ്റിങ്ങിന് വേണ്ടി ഒരു ഫിക്സ്ഡ് വിങ്, എംപനേജ്, സെപ്പറേറ്റ് പ്രൊപ്പൽഷൻ സിസ്റ്റം എന്നിവയോട് കൂടിയ ഒരു വിമാനം നിർമ്മിച്ചെടുത്തു. 1849 അദ്ദേഹം വിജയകരമായി ഗ്ലൈഡർ രൂപകൽപ്പന ചെയ്തെടുത്തു. 1891 96 ഇടയിൽ 2000-ലധികം ഗ്ലൈഡുകൾ നടത്തി ജർമ്മൻ ശാസ്ത്രജ്ഞനായ ഓട്ടോ ലിലിന്തർ റെക്കോർഡുകൾ നേടിയിട്ടുണ്ട്. ആധുനിക വിമാനത്തിന്റെ പിതാക്കന്മാർ എന്നറിയപ്പെടുന്ന അമേരിക്കൻ സഹോദരന്മാരുടെ സുഹൃത്തും അമേരിക്കൻ എയറോനോട്ടുമായ ഒക്ടേവ് ഷാനുറ്റയാണ് പിന്നീട് ഈ റെക്കോർഡുകൾ നേടിയത്. 1903 ശേഷം റൈറ്റ് സഹോദരന്മാർ അവരുടെ വിമാനങ്ങൾ US ആർമിക്ക് വിൽക്കാൻ തുടങ്ങി. 1-ാം ലോക മഹായുദ്ധത്തിന്റെ സമയത്താണ് എയർക്രാഫ്റ്റ് ഡെവലപ്മെന്റിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങിയത്. കാരണം ആർമിയുടെ ആവശ്യപ്രകാരം ഫൈറ്റർ അറ്റാക്ക്, ബോംബിംഗ്, രഹസ്യാന്വേഷണം എന്നിവയ്ക്കായി പ്രത്യേക എയർക്രാഫ്റ്റുകൾ ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചെടുക്കാൻ തുടങ്ങി. എന്നാൽ യുദ്ധാവസാനം സംഭവിച്ചത് മിലിറ്ററിയുടെ ഉയർന്ന എയർക്രാഫ്റ്റ് ടെക്നോളജിയുടെ തകർച്ചയും സിവിൽ എയർ ട്രാൻസ്പോർട്ടേഷന്റെ തുടക്കവുമാണ്. എന്നിരുന്നാലും 1920 ബ്രിട്ടീഷ് ജനതയാണ് 12 യാത്രക്കാരുമായി സിവിൽ ഏവിയേഷൻ വഴിയൊരുക്കിയത്. 1910 ജർമ്മൻകാരനായ ഹ്യൂജോ ജെങ്കേഴ്സ് ഒരു ഓൾ മെറ്റൽ മോണോപ്ലെയിൻ നിർമ്മിച്ചെങ്കിലും 1933 ബോയിങ് 247D സർവീസിൽ എത്തുന്നതുവരെ അദ്ദേഹത്തിന്റെ ആ ഡിസൈൻ അംഗീകരിക്കപ്പെട്ടില്ല. എയർ ട്രാൻസ്പോർട്ടേഷൻ ഇൻഡസ്ട്രിയെ മാറ്റിമറിക്കുന്ന ഒന്നായിരുന്നു ടർബൈൻ പവേർഡ് എയർപ്ലെയിന്റെ വരവ്. ജെറ്റ് എഞ്ചിൻ വികസിപ്പിക്കുന്നതിൽ ജർമ്മനിയും ബ്രിട്ടനും ഒരേ സമയം പരിശ്രമിക്കുകയായിരുന്നെങ്കിലും 1939 ഓഗസ്റ്റ് 27 ജർമ്മനിയുടെ ഹെങ്കൽ HE-178 ആണ് ആദ്യത്തെ ജെറ്റ് ഫ്ലൈറ്റ് നടത്തിയത്. 1-ാം ലോക മഹായുദ്ധം പോലെ തന്നെ 2-ാം ലോക മഹായുദ്ധവും വിമാനങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തിയെങ്കിലും 1944 വരെ ജെറ്റ് വിമാനങ്ങൾ സർവീസിലെത്തിയിരുന്നില്ല. 1944 ബ്രിട്ടന്റെ ഗ്ലോസ്റ്റർ മിറ്റിയോറും ജർമ്മന്റെ ME-262 വരുന്നത്. അതിനുശേഷം 1945 അമേരിക്കൻ ജെറ്റായ ലോക്ഹീഡ് F-80 സർവീസിൽ എത്തി. 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷം കൊമേഴ്ഷ്യൽ ജെറ്റ് എഞ്ചിനുകളുടെ ശേഷി വർദ്ധിപ്പിക്കുകയും 1949 ബ്രിട്ടീഷ് ദി ഹാവിലൻഡ് കോമറ്റ് കൊമേഴ്ഷ്യൽ ജെറ്റ് ട്രാൻസ്പോർട്ട് ഫ്ലൈറ്റിന് തുടക്കം കുറിക്കുകയും ചെയ്തു.